നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ അമ്പരിപ്പിക്കുന്ന കിടിലൻ ഇളവുകളുമായി എയർ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും USA വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. ഒക്ടോബർ 1 മുതൽ 2023 ഒക്ടോബർ 5 വരെ നടക്കുന്ന ഫ്ലൈ എയർ ഇന്ത്യ സെയിലിൽ ഒക്ടോബർ 1 മുതൽ 2023 ഡിസംബർ 15 വരെ USA യാത്രകൾ ഓഫർ നിരക്കിൽ ബുക്ക് ചെയ്യാനാകുന്നതാണ്. ഇങ്ങനെയൊരു അവസരമാണ് എയർ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. ഇക്കോണമി ക്ലാസ്സിലും പ്രീമിയം ഇക്കോണമി ക്ലാസ്സിലും തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ യാത്രക്കാർക്ക് വൻ കിഴിവുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്ക് ഒരു വശത്തേക്ക് 42,999 രൂപ മുതലാണ് തുടങ്ങുന്നത്. മടക്ക യാത്രയ്ക്കുള്ള നിരക്ക് 52,999 രൂപയാണ്. അതുപോലെ പ്രീമിയം ഇക്കോണമി ക്ലാസ്സിലെ യാത്രക്കാർക്ക് വൺ വേ 79,999 രൂപയും മടക്കി യാത്രയ്ക്ക് 1,09,999 രൂപയുമാണ് നിരക്ക് ഈടാക്കുന്നത്. വൺ വേ റിട്ടേൺ ഫ്ലൈറ്റുകൾക്കായി തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ മാത്രമേ വിൽപ്പന ഓഫർ കിട്ടുകയുള്ളൂ. ഡൽഹി, മുംബൈ, ബംഗളൂരു തുടങ്ങിയ വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ന്യൂയോർക്ക്, വാഷിംഗ്ടൺ DC തുടങ്ങിയ അമേരിക്കൻ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാം. എയർ ഇന്ത്യയുടെ പ്രീമിയം ഇക്കോണമി ക്ലാസ്സിലെ യാത്രക്കാർക്ക് ബംഗളൂരു, സാൻ ഫ്രാൻസിസ്കോ, മുംബൈ, സാൻ ഫ്രാൻസിസ്കോ, മുംബൈ, ന്യൂയോർക്ക് റൂട്ടുകളിൽ ഈ ഓഫർ കിട്ടുന്നതാണ്. ഈ ഓഫർ 2023 ഒക്ടോബർ 1 രാത്രി 1 മണി മുതൽ 2023 ഒക്ടോബർ 5 രാത്രി 11:59 വരെ കിട്ടും. നികുതികളും മറ്റ് സർചാർജുകളും ബാധകമാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് ഈ ഓഫറിന് കീഴിലുള്ള പരിമിതമായ സീറ്റുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ബുക്കിംഗിന് വിൽപ്പന നിരക്ക് ബാധകമല്ല. എയർ ഇന്ത്യ ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ്, എയർ ഇന്ത്യ ബുക്കിംഗ് ഓഫീസുകൾ, ട്രാവൽ ഏജന്റുമാർ എന്നിവ വഴി ഓഫർ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും എയർ ഇന്ത്യ യാത്രക്കാർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ഈ ഓഫറുകൾ ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് ഈയിടയ്ക്ക് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ദുബായിലേക്ക് പുറപ്പെടാൻ വൈകിയതിനെ തുടർന്ന് വിമാനത്തിനുള്ളിൽ മണിക്കൂറുകളോളം യാത്രക്കാർ കുടുങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മംഗളൂരുവിൽ നിന്ന് കഴിഞ്ഞ വ്യാഴം രാത്രി 11:05 പറക്കേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് IX 814 വിമാനം 29 ഇന്ത്യൻ സമയം പുലർച്ചെ 1:45 3 മണിക്കൂറുകളോളം യാത്രക്കാരെ ദുരിതത്തിലാക്കി പുറപ്പെട്ടത്. 4 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിയ യാത്രക്കാരെ എല്ലാ നടപടികളും പൂർത്തിയാക്കി വിമാനത്തിനകത്ത് കയറ്റിയ ശേഷമാണ് സംഭവം ഉണ്ടായത്. ഇതിനുശേഷമാണ് സാങ്കേതിക തകരാറ് കാരണം വിമാനം വൈകുമെന്ന് അധികൃതർ യാത്രക്കാരെ അറിയിച്ചത്. കണ്ണൂർ, കാസർഗോഡ് സ്വദേശികൾ അടക്കമുള്ള യാത്രക്കാർക്കാണ് മണിക്കൂറുകൾ വിമാനത്തിനകത്ത് ചൂട് സഹിച്ച് കഴിയേണ്ടി വന്നത്. വിശന്നു വലഞ്ഞ കുട്ടികൾ മണിക്കൂറോളം നിർത്താതെ കരഞ്ഞ ശേഷം പലരും ക്ഷീണിച്ചുറങ്ങുകയായിരുന്നു. യാത്രക്കാരെ പുറത്തിറക്കി വിടാനോ അവർക്ക് ആഹാരമോ മറ്റ് സൗകര്യങ്ങളോ നൽകാനോ പോലും അധികൃതർ തയ്യാറായില്ലെന്നും പരാതി ഉയർന്നിരുന്നു. യാത്രക്കാരുടെ ദുരിതാവസ്ഥ വിമാന കമ്പനി ജീവനക്കാരോ അധികൃതരോ പരിഗണിച്ചതേയില്ലെന്ന് പരാതിയും ശക്തമായിരുന്നു. ഇതിലും എത്രയോ പരാതികൾ ഉയർന്നിട്ട് പോലും വിമാന കമ്പനിയുടെ യാത്രക്കാരോടുള്ള ഈ ഒരു സമീപനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന ആരോപണവും ശക്തമാണ്.